നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നാലും അതിഭയങ്കരമായ ദുഃഖത്തിലാണ് അമ്മ ഇപ്പോ. സ്വന്തം കുഞ്ഞിനെ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥ. ശത്രുവിന്റെ ക്ഷുദ്രപ്രയോഗം ജീവിതത്തെ വല്ലാതെ മാറ്റിമറിച്ചിരിക്കുന്നു. ചുറ്റും കാർമേഘങ്ങളാ. മഴ പെയ്യണമെന്ന് വിചാരിച്ചാലും മഴ പെയ്യില്ല. പെയ്യിക്കാൻ വല്ല വഴിയുണ്ടോ കാക്കത്തീമ? കഠിനമാണ്, എന്നാലും ശ്രമിക്കാം. പളനി ആണ്ടവനെ മനസ്സിൽ ധ്യാനിച്ച് ഒരു 101 രൂപ ഇങ്ങോട്ട് വച്ചാട്ടെ. ഞാനൊന്ന് ധ്യാനിച്ച് നോക്കട്ടെ. ഒരുപാട് രഹസ്യങ്ങളുടെ വെടിപ്പുരയാണ് ഈ മനസ്സ്. പക്ഷേ പെട്ടെന്നൊന്നും അതെടുത്ത് പൊട്ടിക്കരുത്. അപ്പോ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം ഉണ്ടാവും? ക്ഷമയോടെ കാത്തിരിക്കണം. അത് ബുദ്ധിമുട്ടാ. ഇനി ക്ഷമിച്ച കംപ്ലീറ്റ് കൈവിട്ട് പോവും. എല്ലാ അമ്മയുടെ കയ്യിൽ തിരിച്ചു വരുന്ന ഒരു സമയമുണ്ടാവും. പക്ഷേ ശത്രുക്കൾ പ്രബലരായതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. മറ്റുള്ളവർ തരുന്ന ഭക്ഷണം പോലും സൂക്ഷിച്ചു വേണം കഴിക്കാൻ. അയ്യോ, ശത്രു ആരും മിത്രമാരെന്ന് അറിയാൻ കഴിയാത്ത അവസ്ഥയിൽ അമ്മയുടെ കണ്ണുകൾ അവർ ബന്ധിച്ചിരിക്കുകയാണ്. അയ്യോ, അപ്പോ എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു കിട്ടില്ലേ? അതല്ലേ ഇതുവരെ പറഞ്ഞത്. ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഗുണം ചെയ്യും. എടുത്തുചാട്ടം മരണത്തിന്റെ ഗുണവും. ഏത് വേണോന്ന് അമ്മ തീരുമാനിക്കേ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. ശത്രുക്കളെ ജയിക്കാൻ അമ്മ ഒരുപാട് പാടുപെടേണ്ടി വരും. കയ്യിലുള്ള എല്ലാ തന്ത്രങ്ങളും പുറത്തെടുക്കേണ്ടി വരും. ചിലപ്പോ ചിലരെ കൊല്ലേണ്ടതായി പോലും വരും. ചോര കാണുമ്പോ ഭയക്കരുത്. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. അമ്മയുടെ നാളേതാ? ഭരണി. അത് പറ. ചുമ്മാതല്ല ഞാൻ കണ്ടത്. എന്ത്? ദാരികന്റെ ശിരസും ചോര ഒടുങ്ങാത്ത കൊടുവാളുമായി സംഹാര രുദ്രയായി ഉറഞ്ഞു തുളുന്ന സാക്ഷാൽ ഭദ്രകാളിയെ. ഭദ്രകാളിയുടെ നാളല്ലേ ഭരണി. അപ്പൊ പിന്നെ ചോര ഒഴുക്കാതെ പറ്റുമോ? ഞാൻ ആരെ കൊല്ലുന്നെന്ന് പറയാൻ പറ്റുമോ കാക്കാത്തിയമ്മയ്ക്ക്? അതൊക്കെ ഓരോരുത്തരുടെ വിധി പോലെ ഇരിക്കും. ചാവേണ്ടവൻ സമയാവുമ്പോ മുന്നിൽ വന്ന് നിന്ന് തരും. അപ്പോ നൈസായിട്ടങ്ങ് കൊന്നാ മതി. കുഴപ്പാവോ? കുഴപ്പാകണം, എന്നാലേ ജയിക്കാൻ പറ്റൂ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ആദ്യം പറഞ്ഞ യോഗങ്ങളൊക്കെ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോയേ പറ്റൂ. അതെ, എന്താ നിന്റെ ഉദ്ദേശം? ചോദിച്ചത് കേട്ടില്ലേ? എന്താ നിന്റെ ഉദ്ദേശമെന്ന്? ഈ വീട് കുട്ടിച്ചോറാക്കാൻ നീ തീരുമാനിച്ചോ? ഞാൻ എന്ത് ചെയ്തെന്നാ? നീ ഒന്നും ചെയ്തില്ലേ? ഈ കണ്ട കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചത് നീയല്ലേടാ? നീ നിന്റെ ഭാര്യയുടെ സൈഡ് പിടിച്ച് ആമിയെ തള്ളി പറഞ്ഞതുകൊണ്ടല്ലേ അവളിങ്ങനെ ശത്രുപക്ഷത്ത് നിൽക്കുന്നേ? ഞാൻ ആരുടെയും പക്ഷത്തൊന്നുമല്ല. അത് കാണുന്നവർക്കൂടെ തോന്നണ്ടേ? ആരുടെയും പക്ഷത്തല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ആദ്യത്തിന് കണ്ണു അടച്ച് കൂട്ടുനിന്നത്? ഇപ്പൊ അവൾക്ക് കുഞ്ഞിനെ തിരികെ വേണോന്ന് പറയുമ്പോ ഒരക്ഷരം പോലും മിണ്ടാതെ കൈയും കെട്ടി നോക്കി നിൽക്കുന്നു. ഈ ചോദ്യങ്ങളൊക്കെ എനിക്ക് തിരിച്ച് അങ്ങോട്ടും ചോദിക്കാം മുത്തശ്ശി. ദത്ത് തരുന്ന കാര്യം ആമി ചേച്ചി പറഞ്ഞപ്പോ എന്താ മുത്തശ്ശി എതിർക്കായിരുന്നേ? ഇപ്പൊ കുഞ്ഞിനെ തിരികെ വേണോന്ന് ചേച്ചി പറയുമ്പോ മുത്തശ്ശി എന്താ അഭിപ്രായം പറയാതെ കണ്ണടച്ചിരുട്ടാക്കുന്നേ? അപ്പോ ആർക്കും ആരെ നോവിക്കാൻ വയ്യ. കുറ്റം മുഴുവൻ മറ്റുള്ളവരുടെ തല വെച്ചാൽ മതിയല്ലോ. ഞാൻ ആരുടെയും തലയിലൊന്നും കെട്ടിവെക്കുന്നില്ല. എനിക്ക് ഈ വീട്ടിൽ മനസ്സമാധാനം വേണം എന്നേ പറയുന്നുള്ളൂ. അത് ഞാൻ മാത്രം വിചാരിച്ചാൽ ഉണ്ടാവുന്ന കാര്യമാണോ മുത്തശ്ശി? നീയും വിചാരിക്കണം. നിന്റെ കൂടെ നിൽക്കുന്നവരെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള മനസ്സും കാണിക്കണം. ഈ അവസ്ഥയിൽ ഞാൻ എന്ത് പറഞ്ഞാലും ഇവിടെ ആരെങ്കിലും കേൾക്കുമെന്ന് മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടോ? ആരും കേൾക്കണ്ട. പക്ഷെ അവള് കേൾക്കുമല്ലോ. നീ താലി കെട്ടിക്കൊണ്ടുവന്ന നിന്റെ ഭാര്യ. അവളോടെങ്കിലും ഒന്ന് പറയേ, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്കൊന്നും പോകരുതെന്ന്.